എടാ മോനെ, അപ്പൊ ഇന്നും 15 മിനിറ്റിൽ നമുക്കിത് റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഡേ 1 ഇന്നലെ നമ്മളെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ ഡേ 1 ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഡേ 2 ആണ്. അപ്പൊ ഡേ 1ന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാലും റെസ്പോൺസ് കിട്ടി. നമുക്കൊരു 400 to 500 ആൾക്കാർ വാച്ച് ചെയ്യുകയും അതിൽ തന്നെ ഒരു 90% ആൾക്കാരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് തരും. അതായത് എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായി, നല്ല രീതിക്കാണ് ക്ലാസ് എന്നും പറഞ്ഞു, ഈ ഫോർമാറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമാറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാൽ ആ വാച്ച് ചെയ്ത ഒരു 10% ആൾക്കാർ, ഒരു 10% ആൾക്കാർ തന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടി ഈസി വേ ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉടായ്പ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുരുട്ടു വഴി കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കുള്ള ക്ലാസ് അല്ല. കാരണം നമുക്ക് ഈസി ആയിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അന്ന് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈസി ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് പഠിച്ച പോലെ കേട്ട് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എടുത്ത് കേട്ട് പഠിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഈ കോഴ്സിൽ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫാസ്റ്റസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേണം, എന്നാൽ കുറച്ച് എഫേർട്ട് ഇടുകയും വേണം. അപ്പോൾ ഈസിയസ്റ്റ് ആണ് നിങ്ങൾ തപ്പ ചെയ്യുന്നുണ്ടെങ്കിൽ, കുരുട്ടു വഴി കൂടെയാണ് തപ്പ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കോഴ്സ് അല്ല. ഇത് കുറച്ച് എഫേർട്ട് ഇട്ട് സീരിയസ് ലേണേഴ്സിനുള്ള കോഴ്സാണ്. പിന്നെ നിങ്ങൾ ഈസി വേ തപ്പി പോയിട്ട് നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൊന്ന് ആലോചിക്കുക. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടുക. കുറച്ചങ്ങോട്ട് എഫേർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം? നിങ്ങൾ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ, നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകാൻ പോകുന്നു, നിങ്ങളുടെ കരിയർ തന്നെ ചേഞ്ച് ആകാൻ പോകുന്നു. അപ്പോൾ സീരിയസ് ലേണർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുരുട്ടു വഴി അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുള്ളൂ, നിങ്ങൾ ലേൺ ചെയ്യാനുണ്ടാവില്ല. സോ നമുക്ക് കോഴ്സിലേക്ക് ജമ്പ് ചെയ്യാം. ഹിയർ യു ഗോ. നമ്മൾ ഇന്നലത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ആ സെയിം ഡോക്യുമെന്റിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ 2 കാണാൻ പറ്റും. അവിടെ നമുക്ക് ഈ ഡോക്യുമെന്റ് ഉണ്ട്. അപ്പൊ ഇന്നലെ പഠിച്ച സാധനം ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സിമ്പിളാണ്. ലാംഗ്വേജിന്റെ, അതായത് സെന്റൻസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. വേറെ ഒന്നുമല്ല, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അയാളാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, അതായത് ഞാൻ എന്നും ഫുട്ബോൾ കളിക്കും. അപ്പൊ അവിടെ ആരാണ് ചെയ്യുന്നത് പ്രവൃത്തി? ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി അടുത്തത് വരുന്നത് വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ ആരാണോ, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ വേർബ് ആയിട്ട് വരുന്നത് എന്താണ്? പ്ലേ, കളിക്കുക എന്നുള്ളതാണ് വേർബ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൊരു സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ രണ്ടാമത് ആ പ്ലേ എന്നുള്ള സാധനം അവിടെ പ്ലഗ് ചെയ്ത് കൊടുത്തു, ആ സ്ട്രക്ചറിലേക്ക് പ്ലഗ് ചെയ്ത് കൊടുത്തു. ഇനി മൂന്നാമത് വരുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ മേലെയാണോ നിങ്ങൾ ആ പ്രവൃത്തി അപ്ലൈ ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഫുട്ബോൾ ആണ്. കാരണം ഫുട്ബോളിന്റെ മേലെയാണ് നമ്മൾ ആ പ്രവൃത്തി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ടൈമിന്റെ കാര്യം നിങ്ങൾ എടുത്ത് പറയണ്ടല്ലോ. ടൈം എന്ന് പറഞ്ഞാൽ സമയം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഇംഗ്ലീഷിന്റെ ഒരു ബേസിക് സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്നും എനിക്ക് മനസ്സിലായി. അപ്പോ ഇനി നമ്മൾ ഇന്നത്തെ കോഴ്സിൽ നോക്കാൻ പോകുന്നത് ഈ സബ്ജക്റ്റിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ വേർബിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തേക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഞാൻ പ്രവൃത്തി ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് ഒറ്റയ്ക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റും, എനിക്ക് കുറെ ആൾക്കാരായിട്ട് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റും, ഒന്നിലധികം ആൾക്കാർക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് പറയാം? സിംഗുലാർ സബ്ജക്ട്സ് എന്ന് പറയാം. ഒരാളാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിംഗുലാർ സബ്ജക്റ്റ് എന്നും, ഇനി ഒന്നിലധികം ആൾക്കാരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്ലൂറൽ സബ്ജക്റ്റ് എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, അവൻ കളിക്കുന്നു. അപ്പൊ അവൻ ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ആ സബ്ജക്റ്റിനെ നമുക്ക് സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അവൾ പുസ്തകം വായിക്കുന്നു. അപ്പൊ അവളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അവൾ ഒരാളാണ്. അപ്പൊ അവൾ ഒരാളായത് കൊണ്ട് നമുക്ക് അതിനെയും സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, ഈ ഒരു സാധനമാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ സാം ഒറ്റയ്ക്കാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയാം. ആൻ ഒറ്റയ്ക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയാം. എന്നാൽ ഒന്നിലധികം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ട്, അപ്പൊ നിങ്ങളാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയണം. അതുപോലെ തന്നെ ഞങ്ങളാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെന്തെന്ന് പറയാം? പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയാം. അവർ
അവരാണ് ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയാം. പിന്നെ സാം ആൻഡ് ആന, അപ്പൊ രണ്ടുപേരായില്ലേ, സാമും ഉണ്ട് ആനയുണ്ട്. സാമും ആനയും കൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ശരിക്കും ഒറ്റ ഒരാളേ ഉള്ളൂ. പക്ഷെ ഈവൻ ദോ അതിന് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഒരാളാണെങ്കിൽ പോലും അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് വേണം ഇംഗ്ലീഷിൽ കൺസിഡർ ചെയ്യാൻ. അപ്പൊ സിംഗുലാർ സബ്ജക്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഹി, ഷീ, ഇറ്റ്, സാം, ആന, ഒരാള്, അതാണ് സിംഗുലാർ സബ്ജക്ട്സിൽ വരുന്നത്. എന്നാൽ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഐ, യു, ദേ, വി, ഞാന്, നിങ്ങള്, അവര്, നമ്മള്, സാം ആൻഡ് ആന. അപ്പൊ അതാണ് പ്ലൂറൽ സബ്ജക്റ്റിൽ വരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് മേക്ക് സെൻസ്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സിംഗുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നമുക്ക് സിംഗുലാർ സബ്ജക്റ്റ് എന്നും, ഒന്നിലധികം ആൾക്കാരാണ് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് എന്നും, അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് ഒരാളാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ അതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇനി വേർബ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി, ഇപ്പൊ കളിക്കുക എന്നാണെന്നുണ്ടെങ്കിൽ കളിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി 3 തരത്തിലുണ്ട് ഇംഗ്ലീഷിൽ. 3 തരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മ അതിനെ V1, V2, V3 എന്നാണ് പറയാറ്. V1 എന്ന് പറഞ്ഞ ബേസ് ഫോം. ഇപ്പൊ നമ്മൾ കളിക്കുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കളിക്കുക എന്നും പറയാം, കളിച്ചു കഴിഞ്ഞു എന്നും പറയാം. കളിക്കുക, കളിച്ചു, കളിക്കുക, കളിച്ചു, അല്ലെങ്കിൽ പഠിക്കുക, പഠിച്ചു, അല്ലെങ്കിൽ എന്താ സംസാരിക്കുക, സംസാരിച്ചു, സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞു, അല്ലെ? അപ്പൊ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഫോം, ഇപ്പൊ പ്ലേയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കളിക്കുക, പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അതാണ് V1. V1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള റൂട്ട് ഫോമിനെയാണ് നമ്മൾ V1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി V2ഉം V3യും സെയിം ആണ്. പലരും പല രീതിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് V1ഉം V2 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ V1 സെപ്പറേറ്റ് ആണ്, V2 ഈക്വൽസ് V3. അവിടെ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെൻസസ്, നെക്സ്റ്റ് നമ്മൾ ടെൻസസ് പറയും. ടെൻസസിൽ പല ടെൻസിലും പല ചിലയിടത്ത് V1 യൂസ് ചെയ്യും, ചിലയിടത്ത് V2 യൂസ് ചെയ്യും, ചിലയിടത്ത് V3 യൂസ് ചെയ്യും. പക്ഷെ അതിന്റെ മീനിങ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കളിക്കുക എന്ന് പറയുമ്പോൾ ആ ബേസ് ഫോം ആണ് V1. ഇനി V2 എന്ന് പറയുമ്പോൾ പ്ലേഡ് എന്നാണ് കളിച്ചുവിന്റെ V2 വരുന്നത്. അതിന്റെ കൂടെ, അതായത് V1ന്റെ കൂടെ ഒരു ED ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് V2 കിട്ടും. ആ സെയിം സാധനം തന്നെ ആയിരിക്കും V3. അപ്പോ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം കളിക്കുക, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേഡ് കളിച്ചു കഴിഞ്ഞു, കളിച്ചു. ആൻഡ് V3 എന്ന് പറയുന്നത് പ്ലേഡ് തന്നെ, അതിന്റെ മീനിങ് സെയിം ആണ്, കളിച്ചു. ഇനി അടുത്തൊരു കേസ് നോക്കുന്നുണ്ടെങ്കിൽ കോൾ എന്ന് പറയുമ്പോൾ വിളിക്കുക. അപ്പൊ എന്തായിരിക്കും V2? കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞു, വിളിച്ചു. ഓക്കെ, അതന്നെ ആയിരിക്കും V3യും, കോൾഡ്, വിളിച്ചു കഴിഞ്ഞു. അപ്പൊ അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ്ക് എന്ന് പറയുമ്പോൾ ആസ്ക് എന്നുള്ളതാണ് V1, അതായത് ചോദിക്കുക. അപ്പോ V2ഉം V3യും വരുന്നത് ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി എല്ലാ സ്ഥലത്തും V2 നിങ്ങൾക്ക് അതായത് V1 നിങ്ങൾക്ക് V2ലേക്കും V3ലേക്കും വരണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ED അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതായത് ചില വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സി, കാണുക എന്നുള്ള വേർഡിനെ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് സീഡ് എന്ന് പറയാൻ പറ്റില്ല, സോ. അതായത് സി, സോ, സീൻ, അങ്ങനെയാണ് വരുന്നത്. അതിന്റെ V1 എന്ന് പറയുന്നത് സി, പിന്നെ V2 എന്ന് പറയുന്നത് സോ, അതായത് കണ്ടു. സി എന്ന് പറയുന്നത് കണ്ടു തന്നെ, പക്ഷെ അതിന്റെ സ്പെല്ലിങ്സ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ കംപ്ലീറ്റ് വേർബിന്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ലാംഗ്വേജിൽ യൂസ് ചെയ്യേണ്ട, സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് വേർബിന്റെ ലിസ്റ്റ് ഞാൻ വേറെ നിങ്ങൾക്ക് തരും. അപ്പൊ അത് ആലോചിച്ച് ഇപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇവിടെ മനസ്സിലാക്കാം. വേർബിന് 3 ഫോം ഉണ്ട്. അതിൽ V1 എന്ന് പറയുന്നതാണ് ബേസ് ഫോം, V2 എന്ന് പറയുന്നതും V3 എന്ന് പറയുന്നതും ആ ബേസ് ഫോം കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. V2ഉം V3യും സെയിം ആണ്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അഗൈൻ V1 എന്ന് പറയുന്നത് ഇപ്പോൾ കളിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ V2ഉം V3യും കളിച്ചു കഴിഞ്ഞു, അതായത് കളിച്ചു കഴിഞ്ഞു. V1 എന്ന് പറയുന്നത് കളിച്ചു, കളിക്കുക. V1 എന്ന് പറയുന്നത് കളിക്കുക, ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് V2ഉം V3യും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ വേർബിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സബ്ജക്റ്റിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, വേർബിൽ 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ ഇതെന്തിനാണ് നമ്മ ഇങ്ങനെ പഠിക്കുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ.
അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻസസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എപ്പോഴാണ് നടന്നത് എന്ന് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻസസ് യൂസ് ചെയ്യേണ്ടി വരും. ടെൻസസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ഒറ്റൊരു സ്ട്രക്ചറാണ് ടെൻസ്. അപ്പൊ അതിലേക്ക് വേർഡ്സ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവും, ഞാൻ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ പല രീതിക്കും നമുക്ക് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും പറയേണ്ടി വരും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻസസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ബേസിക്കലി ഇംഗ്ലീഷിൽ 12 ടെൻസ് ഉണ്ട്. അത്രയൊന്നും നമുക്ക് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് സ്പോക്കൺ ലാംഗ്വേജിൽ, സ്പീക്കിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന വെറും 5-6 ടെൻസാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുള്ളൂ. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ടെൻസസിൽ ഇതൊക്കെ നമ്മൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് കവർ ചെയ്യണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ടെൻസ് നമുക്ക് പഠിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ടെൻസ് എന്ന് പറയുന്നത് ഇത്ര ഈസി പരിപാടിയായിരുന്നു എന്ന്. കാരണം ടെൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ അത് ഭയങ്കര ഈസി ആണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടെൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെൻസ് ഞാൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റത്തെ കാര്യം. അതുപോലെ തന്നെ ഈ ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ കം അഗൈൻ. അപ്പോൾ എവിടെയാണ് നമ്മളെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആണ് റുട്ടീൻസ് യൂസ് ചെയ്യാൻ. അതായത് റുട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇടവേള എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ. അതായത് ഞാൻ എന്നും കളിക്കാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ വീക്കെൻഡും സിനിമയ്ക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഇയറിലും അവിടെ ചർച്ചിൽ പോകാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയില്ലേ, ഒരു ഇടവേളയ്ക്ക് ശേഷം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് റുട്ടീൻസ്. അപ്പൊ റുട്ടീൻസ് പറയാനും ഫാക്ട്സ് പറയാനും സത്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് നമ്മളുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റുട്ടീൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? റുട്ടീൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും സിനിമയ്ക്ക് പോകാറുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് റുട്ടീൻസ് വരുന്നത്. അതേപോലെ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അവളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള ഫാക്ട്സ്, സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സത്യങ്ങൾ പറയാനും ഫാക്ട്സ് പറയാനും റുട്ടീൻസ് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ, അതായത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? ഇന്നലെ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ സ്ട്രക്ചർ ഇതിനുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ, ഈ നമ്മളെ തോട്ട് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റിൽ കാര്യങ്ങൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതൊരു ഫോർമാറ്റില്ലേ, ആ സെയിം ഫോർമാറ്റ് ആണ് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്. അതായത് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യാം. അപ്പോൾ സബ്ജക്ട് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സബ്ജക്ട് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, സിംഗുലാറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അപ്പൊ പ്ലൂറൽ സബ്ജക്ട്, ഒന്നിലധികം ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ V1 യൂസ് ചെയ്യുക. അതായത് നമ്മളുടെ വേർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് ബേസ് ഫോം യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യു എന്ന് തുടങ്ങാം. നമുക്ക് യു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. നിങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വാച്ച് എന്ന് പറയും. നമ്മ വാച്ച് എന്നുള്ളത് അതായത് നമ്മ കാണുക. അപ്പോ യു പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് നമ്മ അതിന്റെ ബേസ് ഫോം, വാച്ചിന്റെ ബേസ് ഫോം, അതായത് കാണുക എന്നുള്ളതിന്റെ ബേസ് ഫോം വാച്ച് തന്നെയാണ്. V2 വരികയാണെന്നുണ്ടെങ്കിലാണ് വാച്ച്ഡ്. അപ്പൊ ഇവിടെ ബേസ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പ്ലൂറൽ വന്നുകൊണ്ട് ബേസ് ഫോം യൂസ് ചെയ്തു. അപ്പൊ ഐ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ബേസ് ഫോം യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് പറയണം. അപ്പൊ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഐ യൂസ് ചെയ്തു. പിന്നെ ബേസ് ഫോം ആയിട്ടുള്ള V1 യൂസ് ചെയ്തു. അപ്പൊ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. അത് കറക്റ്റ് ആയില്ലേ? ഇനി യു എന്ന് പറയുന്നതും പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ബേസ് ഫോം അഗൈൻ യൂസ് ചെയ്തു. അതായത് കാണുക എന്ന് പറയുന്നതിന്റെ ബേസ് ഫോം വാച്ച്. അപ്പൊ യു വാച്ച് മൂവീസ് എവറി സൺഡേ. നീ എല്ലാ ദിവസവും എല്ലാ സൺഡേസും മൂവി വാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും പറയില്ല, എന്നാലും അങ്ങനെയാണ് നമ്മൾ
ലാംഗ്വേജിൽ അത് സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഇനി അവരെല്ലാ ദിവസവും ബുക്ക് വായിക്കാറുണ്ട്, അതെങ്ങനെ വരും? അവരെന്ന് പറയുന്നതും പ്ലൂറൽ ആണ്, ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് ബേസ് ഫോം, വേർബിന്റെ ബേസ് ഫോം ആയിട്ടുള്ള V1 യൂസ് ചെയ്യണം. അപ്പോൾ V1 ആയിട്ട് വരുന്നത് റീഡ്. ദേ റീഡ്, നിങ്ങൾ ഒരിക്കലും റീഡിംഗ് എന്നോ റെഡ് എന്നോ അല്ലെങ്കിൽ അതിന്റെ വേറെ ഒരു ഫോം യൂസ് ചെയ്യാൻ പാടില്ല, ബേസ് ഫോം യൂസ് ചെയ്യണം. ഓക്കെ, ദേ റീഡ് ബുക്സ് എവറി നൈറ്റ്. വി ഡ്രിങ്ക് വാട്ടർ എവറി മോർണിംഗ്. അപ്പോൾ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മളെ റുട്ടീൻസ് ആണ്. ഇനി റുട്ടീൻസിന്റെ പുറമെ ഫാക്ട്സ് പറയുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് ഐ ലവിന്റെ, ഇഷ്ടപ്പെടുക എന്നുള്ളതിന്റെ ബേസ് ഫോം V1 ആണ് ലവ്. അപ്പൊ ഐ ലവ് ഹെർ. യു ലൈക്ക് മ്യൂസിക്, അങ്ങനെ പറയില്ല, നിനക്ക് മ്യൂസിക് ഇഷ്ടമാണ്, യു ലൈക്ക് മ്യൂസിക്. ഓക്കെ, ദേ ലീവ് ഇൻ കേരള, അവർ താമസിക്കുന്നത് കേരളത്തിലാണ്. വി എൻജോയ് ദ ട്രിപ്പ്, നമ്മൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്ത്. ഇതൊക്കെ ഫാക്റ്റ് ആണ്. അപ്പൊ ഫാക്ട് പറയുമ്പോഴും ഇവിടെ V1 യൂസ് ചെയ്യുക. ഇതിന്റെ ഒറ്റ ഒരു റൂൾ ഉള്ളൂ, നമ്മളുടെ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. ഇപ്പൊ നിങ്ങൾക്ക് അത് ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അടുത്ത പറയുമ്പോൾ സിംഗുലാർ വന്നു കഴിഞ്ഞാൽ V1ന്റെ കൂടെ ഒരു S ചേർത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഹി, അവൻ എന്ന് പറയുന്നത് ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ V1 എന്ന് പറയുന്നത് ബേസ് ഫോം, വേർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ S ചേർത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, അതായത് പ്ലേ എന്നല്ല വന്നത്, പ്ലേസ്, ഒരു S നമ്മെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. ഇനി അടുത്തത് നോക്കണമെന്നുണ്ടെങ്കിൽ ഷീ വാച്ചസ് മൂവി എവറി സൺഡേ ആൻഡ് ഹി ഗോസ്. അവിടെ ഒക്കെ നമ്മൾ ഒരു S ചേർത്ത് കൊടുത്തേക്കണം കേട്ടാ. ഇവിടെ നമ്മൾ ഒരു S ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം സിംഗുലാർ സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ, ഷീ എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്, ഒരാളേ ഉള്ളൂ. ഒരാൾ വന്നത് കൊണ്ട് വാച്ച് അല്ല, വാച്ചസ്. ഒരു S ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഷീ വാച്ചസ് മൂവി എവറി സൺഡേ. അതുകൊണ്ട് ഹി വന്നു കഴിഞ്ഞപ്പോ ഹി ഗോസ്, അവിടെ നമ്മൾ S ചേർത്ത് കൊടുത്തു, S ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് സൗണ്ട്സ് S ഗോസ്, S പോലല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഹി ഗോസ്, അവിടെയും ഒരു S ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഹി ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ്. അതുപോലെ രാഹുൽ റീഡ്സ്, അവിടെ നമ്മൾ ഒരു S ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൂൾ ഇത്രേ ഉള്ളൂ. റൂളും നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഇത്രേ ഉള്ളൂ. ഇത് ഇവിടെ കോപ്പി ചെയ്തിടുക, ഇതാണ് നമ്മളുടെ റൂള്. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ സിംഗുലാർ, ഇതും നമുക്ക് കോപ്പി ചെയ്യാം. നിങ്ങളുടെ ആക്ടിവിറ്റി ഇതാണ്. ഇത് രണ്ടും നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇത് കോപ്പി എടുത്തതിന് ശേഷം ഇതിലേക്ക് 20-25 സെന്റൻസ് നിങ്ങൾ ഫോം ചെയ്ത് പഠിക്കുക. ഈ S എവിടെ വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂട്ടോറിയൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ. അപ്പൊ ഐ വന്നപ്പോൾ, ഐ പ്ലൂറൽ ആയതുകൊണ്ട് എനിക്ക് പ്ലേ എന്ന് യൂസ് ചെയ്യണം. അപ്പൊ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ യു ദേവി, എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പൊ യു പ്ലേ ഓർ യു വാച്ച് or you love music. So ഇത്ര ഉള്ള സംഭവം. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക, ബേസ് ഫോം യൂസ് ചെയ്യുക. ഇനി സിംഗുലാർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഹി ആണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ, ഹി പ്ലേന്റെ കൂടെ ഒരു S കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ, ഹി പ്ലേസ്, ഈ S നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ S ആണ് അവിടെ മേജർ ആയിട്ട് ആഡ് ഓൺ ചെയ്ത് വരുന്നത്. മറ്റേത് എക്സാക്ട്ലി സെയിം ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെയാണ്, ഇത് സെയിം ആയിട്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ സിംഗുലാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു S ആഡ് ചെയ്യാം. സോ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. സോ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. എനിക്കറിയാം ഇതും കുറച്ച് വേഗമായി പോയിട്ടുണ്ട്, കാരണം എനിക്കും ടൈമും പ്രിപ്പറേഷനും ഒന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ലെസൺ ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ അതാണ് സംഭവം. ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഇന്നലെ പഠിച്ചത് ഈ സബ്ജക്റ്റിന്റെ സ്ട്രക്ചർ, ഇന്ന് പഠിച്ചത് സബ്ജക്റ്റ് എത്ര ടൈപ്പ് ഉണ്ട്, വേർബ് എത്ര ടൈപ്പ് ഉണ്ട്. സബ്ജക്ട് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഒറ്റൊരാളാണെന്നുണ്ടെങ്കിൽ സിംഗുലാർ എന്നാണ് നമ്മൾ ആ സബ്ജക്റ്റിനെ പറയാ. ഒന്നിലധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്ലൂറൽ എന്ന് പറയും. പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഐ യു ദേ വി
ആന, അതൊക്കെയാണ് പ്ലൂറൽ ആയിട്ട് വരുന്നത്. ഹി, ഷീ, ഇറ്റ്, സാം ഒരാളൊക്കെ വരുന്നതാണ് സിംഗുലർ ആയിട്ട് വരുന്നത്. അതിന്റെ പുറമേ ഉള്ള റൂളാണ് ഐ എന്ന് പറയുന്നത് ഒരാളാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ അതിനെ ഒന്നിലധികം ആൾക്കാരായിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ അതിന്റെ പുറമെ നമുക്ക് പറയാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ടെൻസസ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ ടൈമിനെ മെൻഷൻ ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ടെൻസസ് എന്ന് പറയുക. ആ ഫ്രെയിം വർക്ക്സിനെയാണ് ടെൻസസ് എന്ന് പറയുക. അതിലൊരു ടെൻസ് ആണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസ്. ടെൻസസ് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ ടെൻസ് എവിടെ യൂസ് ചെയ്യുന്നു, ഇതിന്റെ സ്ട്രക്ചർ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണം റുട്ടീൻസ് പറയാനാണ്, അതായത് ദിനചര്യ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ്, അതുപോലെ തന്നെ ഫാക്ട്സ് പറയാനും. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി സ്ട്രക്ചർ ഇത് തന്നെയാണ്, നമ്മൾ ബേസ് സ്ട്രക്ചർ തന്നെയാണ് എല്ലാത്തിലും വരാം. ഈ ബേസ് സ്ട്രക്ചർ തന്നെയാണ്, അതിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. പക്ഷെ ഈ ബേസ് സ്ട്രക്ചറിൽ പ്ലൂറൽ, സബ്ജക്ട് പ്ലൂറൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ V1ഉം സബ്ജക്ട് സിംഗുലാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ V1ന്റെ കൂടെ ആ വെർബിന്റെ കൂടെ എസും ചേർത്ത് കൊടുക്കുക. അത്രയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി വാച്ച് ചെയ്യാം. 10 മണിക്ക് നമ്മളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. സോ ബൈ.